നമസ്കാരം ശ്രീ ധനുഷ്. നമസ്കാരം സാർ. ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. സിനിമ ഇറങ്ങിയ കാലം മുതൽ ചർച്ചയിലാണ്. ഏറെ കളക്ഷൻ നേടിയ ചിത്രവുമാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കൂടുതൽ അപ്പം എന്ന് അതിൻ്റെ മുതലാളിയൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പ്രേക്ഷകരും അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിൽ സൗമിൻ ഷാഹിർ അല്ലേ, ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വിവാദം അദ്ദേഹം ഈ 60 കോടിയുടെ ഇടപാടിനെ കുറിച്ചുള്ളതാണ്. നികുതി വെട്ടിപ്പ് അതൊരു വലിയ വെട്ടിപ്പായിട്ടാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇതിൻ്റെ നിജസ്ഥിതി സാറേ, അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് സൗബിൻ ഷാഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള സൗബിൻ ഷാഹിർ അച്ഛൻ, സൗബിൻ ഷാഹിറിൻ്റെ പിതാവ്, അതിനുശേഷം വേറൊരു നിർമ്മാതാവുണ്ട് ആൻഡോ എന്ന് പറഞ്ഞു, ആ പുള്ളിക്കാരൻ എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന പറവ എൻ്റർടൈൻമെൻറ്റ്സ് 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഈ സിനിമയുടെ പിറകിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കഥ തുടങ്ങുന്നത് വളരെ രസകരമായിട്ടാണ്. ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഈ നികുതി വെട്ടിപ്പിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് നികുതി വെട്ടിപ്പിൻ്റെ കഥ നമ്മൾ പറയേണ്ടി വരും. അതായത് ഈ പറവ എൻ്റർടൈൻമെൻറ്റ്സ് സൗബിൻ ഷാഹിറിൻ്റെ നിർമ്മാണ കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ എവിടെയാണ് ഇതിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഈ പറവ എൻ്റർടൈൻമെൻറ്റ്സ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എടുക്കാനായിട്ട് റെഡിയാവുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇവർ എടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, ഈ സിനിമ എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പ്രൊഡ്യൂസർ, ഇപ്പോൾ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എനിക്കൊരു ബാനറുണ്ട്, ഇപ്പോൾ പറവ എൻ്റർടൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേജിലുള്ള ഒരു ബാനർ ഉണ്ടെങ്കിൽ, ഞാനൊരു സിനിമാ നടൻ കൂടിയാണെങ്കിൽ, ഞാൻ സിനിമ എടുക്കാൻ പോവുകയാണെന്ന് അറിയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കാതെ എങ്ങനെ ബാക്കിയുള്ളവരെ കൊണ്ട് പൈസ ചിലവാക്കിപ്പിച്ച് സിനിമ എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങളൊരു സിനിമ എടുക്കാൻ പോവുകയാണ് സാറേ. സാർ ഒരു സിനിമാ പ്രേമി ആയിരിക്കുമല്ലോ, സാറിന് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളൊരു സിനിമ എടുക്കാൻ പോവുകയാണ്. ഈ സിനിമയുടെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് 22 കോടി രൂപയാണ്. ഞങ്ങൾ ഇത്ര കോടി ഇടും, ഇത്ര കോടി, ഭൂരിഭാഗം കോടി ഞങ്ങളിടും. സാർ ഒരു 5 കോടി തന്നാൽ ഇതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ 40% സാറിന് തരാമെന്ന് പറയും. ഇതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ പടം വിജയിച്ചില്ലെങ്കിൽ അത് സഹിച്ചുകൊണ്ടിരുക. അങ്ങനെയല്ല, ഈ സിറാജ് എന്ന് പറയുന്ന ഒരാളെയാണ് ഇവർ സമീപിച്ചത്. ഈ അരൂറുള്ള സിറാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ. സിറാജിനോടാണ് പോയി പറഞ്ഞത്, 7 കോടി രൂപ തന്നാൽ മതി, ബാക്കി ഞങ്ങളിട്ടോളാം. 22 കോടിയാണ് കോസ്റ്റ്, ബാക്കി ഞങ്ങളിട്ട് പടത്തിൽ നിന്ന് കിട്ടുന്നതിൽ 40% നിങ്ങൾക്ക് തരാമെന്ന് പറയും. അപ്പോൾ കിട്ടുന്നതിൽ 40% എന്ന് പറയുമ്പം 100 കോടി ഈ സിനിമ നേടിക്കഴിഞ്ഞാൽ 40 കോടി കയ്യിൽ വരണ്ടേ ഇയാൾക്ക്? കിട്ടുന്നതിൽ 40%. ഇതിൻ്റെ കൃത്യമായ കണക്ക് കൊടുക്കണമെന്നില്ല. കൃത്യമായ കണക്ക് ഇവർക്കേ അറിയാളൂ, മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പറവ എൻ്റർടൈൻമെൻറ്റ്സിനെ അറിയാളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ കളി നടക്കുന്നത്, ഇവർ പറയുന്ന 22 കോടി അല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ആ സിറാജ് വലിയ വീട്ടിലിനെ പറഞ്ഞ് പറ്റിച്ചതാണ്. അതായത് 7 കോടി ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ആദ്യത്തെ ഷെഡ്യൂൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ല. അങ്ങനെ 7 കോടി പുള്ളി കൊടുത്തു. പുള്ളി കൊടുത്തിട്ട് ഈ സിനിമ ഒരു ഹ്യൂജ് ഹിറ്റായിരുന്നു, അപ്രതീക്ഷിത വിജയമായിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടിയ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സാണ്. 25 കോടിയാണ് അവിടുത്തെ കളക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ സിനിമയുടെ മുഴുവൻ ബിസിനസ് എന്ന് പറയുന്നത് 250 കോടിയാണെന്ന് പറയപ്പെടുന്നു. മുഴുവൻ കളക്ഷൻ എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ചേർത്ത OTT പ്ലാറ്റ്ഫോം, സിനിമ, ഈ മ്യൂസിക് റൈറ്റ്സ്, ബാക്കി എല്ലാം ഉണ്ടല്ലോ. മുഴുവൻ കളക്ഷൻ 140 കോടിയാണെന്നാണ് പറയുന്നത്. മുഴുവൻ കളക്ഷൻ അതിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്ത് വിട്ടിരിക്കുന്നതാണ്. ഈ 40 കോടി അവർ കാണിച്ചിട്ടില്ല. 140 കോടി കളക്ഷൻ കിട്ടിയിട്ട് 40 കോടി ഇവരെന്ത് ചെയ്തിട്ടില്ല, അവരവരുടെ അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ 40 കോടി എന്തായി? 40 കോടി പോയേ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സിറാജ് വലിയ വീട്ടിലിനോട് സൗബിൻ ഷാഹിറും ടീമും പറഞ്ഞിരുന്നത്, ഈ 40 കോടി എന്ന് പറയുന്ന, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ 40 കോടി ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടില്ല ഇയാൾക്ക്. കാരണം അവിടെയും ഇവർ പറഞ്ഞു ഇത് വലിയ കളക്ഷനൊന്നും കിട്ടിയില്ല. പക്ഷേ പടം ബ്ലോക്ക് ബസ്റ്ററാണ്, ഇൻഡസ്ട്രി ഹിറ്റാണ്. ആ ഒരു ലക്കിൽ കയറി ഹിറ്റായതാണ് സിനിമ. ഒരു ബയോപിക്ക്, ഒരു സിനിമ. ഇപ്പോൾ പ്രേമം എന്ന് പറയുന്ന സിനിമയൊക്കെ തമിഴ്നാട്ടിൽ വളരെ ഗംഭീരമായിട്ട് ഓടിയ ഒരു സിനിമയാണ്. അതുപോലെ മഞ്ഞുമ്മൽ ബോയ്സ് ഗംഭീരമായിട്ട് ഓടി, ജനങ്ങൾ ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ കമലഹാസൻ്റെ ഗുണ എന്ന് പറയുന്ന സിനിമയിലെ ആ ഗുണാക്കേവും കൺമണി അൻപോട് കാതലൻ എന്ന് പറയുന്ന ആ പാട്ടുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു ലക്കി ഫാക്ടറായി മാറിയത്. അതൊക്കെയാണ് തമിഴ്നാട്ടുകാർ ഏറ്റുപിടിച്ച സിനിമ കാണാൻ പോയത്. സിനിമ വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ ആയത് അവിടെ. അപ്പോൾ അങ്ങനെ സിറാജ് വലിയ വീട്ടിലിനെ പറ്റിക്കുന്നു. 100 കോടി. അപ്പോൾ സിറാജ് ചോദിച്ചു, 100 കോടി, 250 കോടി പോസ്റ്റ് അടിക്കുന്നുണ്ടല്ലോ, 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ 40 കോടി എനിക്കല്ലേ എന്ന് പുള്ളി പറയുന്നു.
അപ്പോൾ ഇവർ പറയുന്നു കിട്ടിയിട്ടില്ല, പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇയാൾ പരാതി കൊടുക്കുന്നത്. ഇയാൾ പരാതി കൊടുത്തതിൽ എല്ലാ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ അങ്ങനെ എല്ലാം കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത്. സൗബിൻ ഷാഹിറിൻ്റെ അവിടെ റെയ്ഡ് ഉണ്ടായി, അച്ഛനെ ചോദ്യം ചെയ്തു, മകനായിട്ടുള്ള സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്ത് ED വിവരങ്ങൾ കളക്ട് ചെയ്ത് വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. ഇവരുടെ ആദ്യ ഒറ്റ ചിത്രമേ ഉള്ളൂ? അല്ലല്ലല്ല, ഇതിനു മുമ്പ് ഇവർ വേറെ ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുപോലെ ഹിറ്റായില്ല. ഇതുപോലെ ഹിറ്റായിട്ടില്ല. ഈ ഒരു 250 കോടിയുടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ആകപ്പാടെ മുടക്കിയിരിക്കുന്നത് 18 കോടിയോ എന്തോ ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത്, സിറാജിനോട് പറഞ്ഞിരിക്കുന്നത് 22 കോടിയാണ് ഇതിന്റെ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും വരില്ല ഒരിക്കലും. അത്രയും വരില്ല. 22 കോടി. അതിൽ സ്റ്റാറൊന്നുമല്ലോ നടന്മാരൊന്നും സ്റ്റാർ അല്ല. 22 കോടി എങ്ങനെ മുതൽ മുടക്ക് വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. 18 കോടിയാണ് മുതൽ മുടക്ക് എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. അപ്പോൾ തന്നെ 4 കോടി അവിടെ പോയി. 4 കോടി ഇപ്പോൾ അത് ബ്ലാക്ക് മണി ആണെങ്കിലോ അത് വൈറ്റ് ആയില്ലേ? അതിൽ ഞങ്ങളങ്ങ് ചിലവാക്കി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. പോരാത്തതിന് ഇപ്പം 140 കോടി കളക്ഷനിൽ 40 കോടി ഇവർ മറച്ചു വെച്ചു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു ചില്ലറ ഒരു. അപ്പോൾ ഇനി ഇതിന്റെ തുടർന്നുള്ള നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സൗബിൻ ഷാഹിർ വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് നമ്മൾ പറയുന്ന ഒരു ടീമുണ്ടല്ലോ, ആ മട്ടാഞ്ചേരി മാഫിയയുടെ കണ്ണിയാണോ സൗബിൻ ഷാഹിർ എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും. കാരണം 60 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നികുതി വെട്ടിപ്പിൽ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാർ പോലും ഞെട്ടിപ്പോയി കാണും. എടാ ഭീകര 60 കോടി രൂപ എങ്ങനെ വെട്ടിച്ചിടാത്? അത് ആ സിനിമയുടെ ഹ്യൂജ് സക്സസിന്റെ ഭാഗമൊക്കെ ആയിട്ട് വന്ന തുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ 60 കോടിയുടെ വെട്ടിപ്പ് വരുന്നു. ഇനി സൗബിനെ ചോദ്യം ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിന് ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കാം, സൗബിൻ ഷാഹിറിനെ അറസ്റ്റ് ചെയ്തേക്കാം. ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് ചിലപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അത് കഴിഞ്ഞ് സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യും, സൗബിൻ ഷാഹിറിൻ്റെ പിതാവിനെ ചോദ്യം ചെയ്യും. ഈ പറവ എൻ്റർടൈൻമെൻറ്റ്സ് ചിലപ്പോൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്, ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള സാധ്യതയുണ്ട്, ഇവരുടെ പല ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൂർണ്ണമായും സൗബിൻ ഷാഹിർ വെട്ടിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നികുതി വെട്ടിപ്പാണ്, ഇത് കള്ളപ്പണം തിരിമറിയാണ്. അപ്പോൾ ആ ഒരു കേസിൽ പിഴയടച്ച് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പില്ല. പോരാത്തതിന് ഇപ്പം ഭാരതീയ ന്യായ സംഹിതയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിഴയടച്ച് രക്ഷപ്പെടാൻ സൗബിൻ ഷാഹിറിന് കഴിയില്ല. സൗബിൻ ഷാഹിർ വലിയ രീതിയിൽ വെള്ളം കുടിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി സൗബിൻ ഷാഹിറിനെ വിളിപ്പിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. 7 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. 7 കേന്ദ്രങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇന്നലെ രാത്രി 11 മണി വരെ സൗബിനുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇതുണ്ടല്ലോ മറ്റേ പാർട്ട്നേഴ്സ്, അവരുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും തുക വെട്ടിച്ചിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. പറവ ഫിലിംസിന് പുറമെ ഡ്രീം ബിഗ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ഇത് മലയാള സിനിമയിൽ ഒരു തുടക്കമാണ്. മലയാള സിനിമയിൽ ഇത് നികുതി വെട്ടിപ്പ് എന്നുള്ളൊരു കാര്യം, കാരണം മലയാള സിനിമയിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഭീമമായിട്ടില്ല. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു വാതിലാണ്. ഈ വാതിലിലൂടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇടിച്ചു കയറാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇനിയിപ്പോൾ മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെയും അവരുടെ പ്രമുഖ പ്രൊഡക്ഷൻ കമ്പനികൾക്കെതിരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മൂവ് ചെയ്യാനായിട്ട് യാതൊരു പാടുമില്ല. കാരണം ഇത്രയും വലിയൊരു ഭീമമായിട്ടുള്ളൊരു നികുതി വെട്ടിപ്പ് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഫിലിം കമ്പനികളിലേക്കും അത് നീളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല കളക്ഷനുകളും ഓഡിറ്റ് ചെയ്യപ്പെടും. അതായത് പല പോസ്റ്ററുകളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ 100 കോടി 150 കോടി. ചില താരങ്ങളൊക്കെ 100 കോടി എന്ന് പറഞ്ഞ് കേക്ക് മുറിച്ച് തുടർച്ചയായിട്ടുള്ള 10 പടം ഇറങ്ങി 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു കേക്ക് എടുത്തങ്ങ് മുറിക്കും. എന്നിട്ട് പറയാം 100 കോടി ക്ലബ് എന്ന് പറയും. ഈ മാളികപ്പുറമൊക്കെ 100 കോടി ക്ലബിൽ കയറി കഴിഞ്ഞതാണെന്നൊക്കെയാണ്. മാളികപ്പുറം ബിസിനസ് പരമായിട്ട് 100 കോടി ക്ലബിൽ കയറിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. ഇപ്പം മാളികപ്പുറം ആയിരുന്നാലും വേറെ ലൂസിഫർ ആയിരുന്നാലും പിന്നെ ഗ്രേറ്റ് ഫാദർ ആയിരുന്നാലും എല്ലാ സിനിമയും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയ പ്രതിസന്ധിയാണെന്ന് തോന്നുന്നു. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ലഹരി ഉപയോഗം വരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സാമ്പത്തികമായിട്ട് വേറൊരു തലമാണ്. അതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും ചെയ്യാൻ അല്ല, ഈ 2 തരത്തിലും കൂടെ അതെ എല്ലാം കൂടെ ഇൻഡസ്ട്രി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും സൗബിൻ്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും എന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം.